ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇടിമിന്നലും പേമാരിയും അല്ലെങ്കിൽ വെളിച്ചമൊന്നുമായിട്ടല്ല, നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിട്ടായിരിക്കും വരുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വഴി കാട്ടുന്ന ഒരു സ്ട്രേഞ്ചർ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തകർന്നടിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ആ ഒരു വരി ഓർ സെൻറ്റൻസ് പറയുന്ന ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കും. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം, നിങ്ങളെ പറ്റിയിട്ടുള്ള ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് കാണിച്ചു തരാൻ വരുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിട്ടായിരിക്കാം. പക്ഷേ ഇവിടെ റിയൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദൈവം വരുമോ എന്നുള്ളതല്ല. ദൈവം വരുമ്പോൾ നിങ്ങളെ കൊണ്ട് അത് റിയലൈസ് ചെയ്യാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ സോളിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതോ നിങ്ങൾ ആ ഒരു ഡിവൈൻ പ്രസൻസിൽ നിന്ന് തിരിഞ്ഞു നടക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണോ? നിങ്ങളുടെ ഹാർട്ട് ഹെവി ആണോ? സ്പിരിറ്റ് ഹെവി ആണോ? നിങ്ങൾക്ക് ആ ഒരു പ്രസൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെയാണ് ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഇൻറ്റൻഷൻസ്, പ്യൂരിറ്റി ഉള്ള സൗൾ, അതേപോലെ നല്ല ഗുണങ്ങളൊക്കെ വേണ്ടത്. അതിന് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി, ഓറ, സോൾ എല്ലാം ക്ലെൻസ് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. പെർഫെക്ഷന് വേണ്ടിയിട്ടല്ല, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യരൂപത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കിപ്പോൾ അവയർനെസ് ഉണ്ട്.